ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ തങ്കച്ചൻ വിതിരയാണ്, നിങ്ങളുടെ സ്വന്തം തങ്കുവാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട. ആൽബം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇറങ്ങിയ എൻ്റെ ഏറ്റവും പുതിയ ആൽബമാണ് നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ടെന്ന ആൽബം. അപ്പോൾ ആ ആൽബത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ വിജയങ്ങളും അതിന് പങ്കുവയ്ക്കാൻ വേണ്ടി ഇൻഫൈറ്റ് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലെ ഇൻ്റർവ്യൂ അത് നിങ്ങളെല്ലാവരും കാണുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക, പ്രാർത്ഥന ഉണ്ടാകുക. അപ്പോൾ നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ടെന്ന ആൽബം 1, 2, 3 ഒറിജിനൽ മ്യൂസിക്കിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ സ്നേഹപൂർവ്വം തങ്കച്ചൻ വിതിര. അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് പാട്ടാണോ, ഇത് സംസാരമാണോ, ഇത് കഥയാണോ ഒന്നും അറിയാൻ പറ്റില്ല. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. കൊച്ചു പിള്ളേർക്ക് ആർക്കും വേണമെങ്കിലും പാടാം. അതെ, മാട്ടുപ്പെട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി, സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുക്കുടി മോളിക്കുട്ടി, മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ട് ഒരു പാത്തുമര ആട്ടുകുട്ടി. എത്ര ടീ ആയി? ഇത് ഈ ടീ പറഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു മാമൻ എനിക്കൊരു പാട്ട് പഠിക്കുന്നു. സാരി എടുത്തുടടി കുട കയ്യിലടി കാറ് വരാൻ നേരമായടി. എടാ എത്ര ടീ ഉണ്ടാ? ദൈവത്തോടും അപ്പനും അമ്മയോടും നന്ദി പറഞ്ഞു. അതിൻ്റെ ആ അവാർഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത. അപ്പോൾ അത് അങ്ങനെയൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ആ ഷോയും ഇല്ല. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തമാശകളും എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും ഓരോരുത്തരെ അടുത്ത് ചെയ്യണം, തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഇതൊക്കെ ഇപ്പോഴുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ആൽബം ആയിരുന്നാലും ഒരു സിനിമയായിരുന്നാലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ജീവിതത്തിൽ നല്ലൊരു സംഭവം നടക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് അത് പറയണം. സമയവും പറഞ്ഞിട്ടാണ് പോയത്. ഒന്നും തരണ്ടെന്നും പറഞ്ഞു, കൂടെ വന്നിരുന്നു ഒന്നും തരണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാരങ്ങ് പോയി. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് സമയം കണ്ടെത്തി ഇറങ്ങണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് സമയം കണ്ടെത്തി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ സാറ് വരുമ്പോൾ ഞാനൊന്ന് എന്താ വരാത്ത പറഞ്ഞു, എനിക്ക് ഈ ലീവ് ഇത് കിട്ടിയില്ല, റെസ്റ്റില്ല. നമുക്ക് പിന്നെ സമയം കണ്ടെത്തി വരണം, രണ്ടിനും സമയം കണ്ടെത്തണം. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ വിളിക്കാൻ തുടങ്ങി. 4 പേര് അത് പിന്നെ ഞാൻ ഈ പറയുന്ന എന്തൊരു കഥാപ്രസംഗം നടത്തി. സിസിലി കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തളര മുറുക്കാൻ പെട്ടി. ഹായ് ഹലോ, വെൽക്കം ടു ഇൻഫൈറ്റ് പ്ലസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട സകലകലാവല്ലഭൻ, പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർ വരെ എല്ലാവരും ഇഷ്ടപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട തങ്കു. നമസ്കാരം. ഹാപ്പിയാണ്? അല്ല, നേരത്തെ പറഞ്ഞ ചെറിയ കുട്ടികൾ, അപ്പൂപ്പന്മാർ, അമ്മൂമ്മ അവർക്കൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞത് ഓക്കെ, അസമ്മതിച്ചു. പക്ഷേ സകലകലാവല്ലഭനൊക്കെ പറഞ്ഞുകളരുതേ കേട്ടോ. എനിക്ക് പാട്ട് സംവിധാനം മാറ്റി കെട്ടാൻ വയ്യ, അതുകൊണ്ടാണ്. അല്ല, മലയാളികൾക്ക് അറിയാമല്ലോ, സംഗീത സംവിധാനം, എഴുത്ത്, പിന്നെ അഭിനയം, ആങ്കറിങ്, ഇനി ഏത് മേഖലയാണ് കൈവയ്ക്കാനുള്ളത്? ഇതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഇതിനൊക്കെ ഉത്തരവാദി ഈ പുള്ളിയാണ് എല്ലാം കൂടെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നത്. ഞാനിതിന് ഉത്തരവാദിയല്ല. ഞാൻ എന്താണെന്നുള്ള കാര്യം പാവപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കറിയാം. കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ പറഞ്ഞതല്ലേ. അവിടെ ഒരു ആഗ്രഹമല്ലേ? ഓ, ആയിക്കോട്ടെ, സന്തോഷം. അപ്പം മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൽബം ഇറങ്ങി. അപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഈ ആൽബത്തിൻ്റെ പുറകെ ആയിരുന്നു. ആദ്യം മറിയരമ്മ ആട്ടുകുട്ടി എന്ന ആൽബം ഇറക്കി അതേ സെയിം ക്രൂ തന്നെയാണ് ഈ ആൽബം ചെയ്തിരിക്കുന്നത്. മണികണ്ഠനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ പ്രിയ സുഹൃത്ത്. അതുപോലെ തന്നെ എമിൽ മുഹമ്മദ്, അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മറിയമ്മയുടെ ആട്ടുകുട്ടി ഒറ്റ ദിവസം കൊണ്ട് 8.5 ലക്ഷം പേരെന്തോ കണ്ട റെക്കോർഡ്. അല്ലല്ല, 12 ലക്ഷം പേര് ഒരു ദിവസം കൊണ്ട്. അപ്പോൾ ആ ക്രൂ തന്നെയാണ് ഇപ്പോഴും ഈ ആൽബം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൽബം ഇറങ്ങി ഇപ്പോൾ നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ ഒരു നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കൂടുതലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വന്ന് നമുക്ക് മെനക്കെട്ട് 2-3 മിനിറ്റ് അവരൊന്ന് കാണുന്നതല്ലേ, സമയങ്ങൾ വെറുതെ അല്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ ആൽബം അവർ സമയം കണ്ടെത്തി കാണുന്നതുകൊണ്ട് അവർക്ക് ഇടയ്ക്ക് വന്ന് ഞാനൊരു നന്ദി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആൽബം കയറി പോകുന്നുണ്ട്. അതെ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ആൽബം ആയിരുന്നാലും ഒരു സിനിമയായിരുന്നാലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ജീവിതത്തിൽ നല്ലൊരു സംഭവം നടക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് അത് പറയണം. പിന്നെ ഉറപ്പായും കാരണം അവരാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കിയത്, അല്ലെ ഇതുവരെ ആക്കിയത്. അപ്പം
അത് അവരടുത്തൊന്ന് പറയണമെന്നുള്ള, പക്ഷേ നന്നായിട്ട് പോകുന്നുണ്ട്. അതെ ആ നല്ല റീച്ചായിട്ട് നല്ല നല്ല നന്നായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു തങ്കച്ചൻ്റെ ചേട്ടൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ കൃത്യമായ പ്രാസം, സാധാരണക്കാരൻ്റെ അടുത്ത് നിൽക്കുന്ന വാക്കുകൾ. അപ്പോൾ അതൊക്കെയാണ് ഒരു കോമൺ വാക്കാണ് അത്. നമ്മളെ ഈ ട്രിവാൻഡ്രത്തൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മലബാർ ഭാഗത്തോ അല്ല വടക്കോട്ടുള്ള അവർക്ക് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് പിന്നെ എഴുതി അറിയിക്കാം. ഈ നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ടെന്ന് പറഞ്ഞത് ഈ ചിലർ യൂസ് ചെയ്യുന്ന വാക്കാണ്. പോകാൻ പറടാ, പോകാൻ പറ, അവന് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട പറയും. ചില കാര്യങ്ങളൊക്കെ പറയും. അത് ലേഡീസും യൂസ് ചെയ്യാറുണ്ട്, അല്ലാതെ യൂസ് ചെയ്യാറുണ്ട്. ഇത് കോമൺ ആയിട്ട് പറയുന്ന വാക്കാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട, ഇത്രേ ഉള്ളൂ. അവന് ഈ പോടിയെന്നൊക്കെ ആക്കിയത് ഈ എമ്മിലൊക്കെ തന്നെയാണ്. അതെ, അങ്ങനെ ആക്കിയത്. ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വേണ്ട സത്യത്തിൽ നമ്മുടെ ഒരു ടെൻഷൻ കുറയ്ക്കാനും ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഇപ്പം പല ആൾക്കാരും നിനക്ക് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ടെന്ന് പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ വിഷയങ്ങളും തീർന്നു. വിഷയം തീരാതെ വരുന്നത് അതിൻ്റെ പിറകെ ഒന്ന് കൊലപാതകം ചെയ്യാൻ പോകുമ്പോഴും പ്രശ്നങ്ങൾ ആരോഗ്യകരമായിട്ട്. ഞാൻ ഈ പാട്ടിന് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വേർഡ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്നാ വിചാരിച്ച് നമുക്കത് ചെയ്യാം. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഈ പ്രാസ ഈ ടൈപ്പ്. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം, അടിപൊളി സൂപ്പർ. അങ്ങനെ ഞങ്ങൾ റെഡിയാക്കി എടുത്തതാണ് ഈ പാട്ട്. അല്ല, അത് ഞാൻ ചോദിച്ചില്ലേ, ഒരു സാമൂഹികമായ പ്രാധാന്യം കൂടിയുണ്ട്. ഇപ്പം ഈ വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നില്ല പുതിയ തലമുറ. ഇപ്പോൾ പ്രണയം പോയി കഴിയുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഈ വാക്കിൽ ഇത്തരം നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്കൊരു ബന്ധത്തെ അവസാനിപ്പിച്ച് എടുക്കാം. പക്ഷേ അതിന് പകരം നേരെ ചെന്ന് കൊലപാതകം ചെയ്യാനും ആക്രമിക്കാനും ഒക്കെ പോകുന്ന ഒരു തലമുറ, അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു ഗുണപാഠം കൂടിയാണ് നമ്മൾ വെറുതെ കാഷ്വലായിട്ട് പറയുന്ന ഈ വാക്ക്. ഒരു പടി മുകളിലുള്ള അർത്ഥവും കൂടി ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു പ്രണയം നമ്മളുടെ ഇടയിൽ ഉണ്ടായി വരണം. നമുക്ക് അയാൾ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, നമുക്ക് അല്ല ഇത് എങ്ങനെ വേണോ എടുക്കാം. അതെ, എങ്ങനെ വേണോ എടുക്കാം. പക്ഷെ ഞാൻ ഇത് എന്താ പറഞ്ഞത്, എങ്ങനെ വേണോ കണ്ടെത്താം, ഏത് സെൻസിലോടെങ്കിലും എടുക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം, അങ്ങനെ എടുക്കാം. ഓക്കെ. അപ്പം തങ്കച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടുകളുടെ, ഇപ്പം മറിയയുടെ അമ്മയുടെ ആട്ടുകുട്ടിയാണെങ്കിൽ തന്നെ ഒരുപാട് ഏറ്റവും സാധാരണക്കാരൻ്റെ അടുത്ത് നിൽക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ മികച്ചൊരു സംഗീതം സൃഷ്ടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മറിയേരമ്മേരാട്ടുകുട്ടി മണിയൻ്റെ മെരുതോപ്പ് പെട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണിയൻ്റെ മെരുതോപ്പ് പെട്ടി പാട്ട് പെട്ടി ഇങ്ങനെ. ഇതൊരു 4 വരി ഞാൻ ഫ്ലവേഴ്സിൽ പാടി. അത് ആ ഷോ ഉണ്ടായിരുന്ന സമയത്ത് പാടിയ സമയത്ത് അത് അവർ കട്ട് ചെയ്തിട്ടു. അന്നാ ഈ ടിക്ടോക്കൊക്കെ വലിയ ടിക്ടോക്ക് നിന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടോട് കൂടിയാണ് ടിക്ടോക്ക് വരെ നിൽക്കുന്നത്. അങ്ങനെ ആ 4 വരി എടുത്ത് അത് പിന്നെ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഒരുപാട് മറ്റുള്ള രാജ്യക്കാർ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ, മലയാളീസ്, പിന്നെ അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയൊക്കെ, ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ, അതെല്ലാം അവർ ഇത് ടിക്ടോക്കിൽ കട്ട് ചെയ്തിടുകയും അങ്ങനെ പിന്നെ ഇതിൻ്റെ ബാലൻസും കൂടെ എഴുതി ഒരു നല്ലൊരു പാട്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എമ്മിലും ഞങ്ങളെല്ലാം കൂടെ എടുത്ത തീരുമാനമാണ് ഇത്. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ലോക്ക്ഡൗൺ ആണ് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇരുന്ന് കാണുകയും ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട്. അതുകൊണ്ടാണ് കൂടുതലും ഒരുപാട് ആൾക്കാർ കണ്ടത്. ഇന്നും അതിൻ്റെ ടിക്ടോക്കും ഇതൊക്കെ ഓരോരുത്തരൊക്കെ ഓരോ ചെറിയ വീഡിയോകളൊക്കെ ചെയ്ത് അയക്കുന്നത്. ഇപ്പോഴും വളരെ സജീവമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതെന്നറിയാം, ഈ പിള്ളേർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഈ പിള്ളേർക്ക് അത് വലിയ പ്രാസം അല്ലെങ്കിൽ വലിയ സാഹിത്യം അങ്ങനെ വെച്ചുള്ള സംഭവങ്ങളില്ല. ഇതിനകത്ത് ഈ പ്രാസം, മാട്ടിപ്പെട്ടി ജോസിക്കുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി, 4 വരി അത്. പിന്നെ ഞാൻ ഈ പറയുന്ന എന്തൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇനി അപ്പൊ നേരെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളി പറയാം ഇനി നമുക്കൊരു 4 വരി പാട്ട് പാടാൻ. നമസ്കാരം. അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് പാട്ടാണോ, ഇത് സംസാരമാണോ, ഇത് കഥയാണോ ഒന്നും അറിയാൻ പറ്റില്ല. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത. ഇതിന് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ആർക്ക് വേണോ എടുത്ത് പാടാം.
ഇന്ന ആൾക്ക് തന്നെ പാടാം അങ്ങനെയൊന്നുമില്ല, ഇതിന് വലിയ നിയമങ്ങളൊന്നുമില്ല. അതെ. അതുകൊണ്ട് എൻ്റെ പാട്ടിന് എല്ലാവർക്കും ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്ക് ആർക്കും വേണമെങ്കിലും പാടാം. അതെ, മാട്ടുപ്പെട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി, സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുക്കുടി മോളിക്കുട്ടി, മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു പാത്തുമര ആട്ടുകുട്ടി. എത്ര ടീ ആയി? ഈ ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ളൊരു ബീരാൻകുട്ടി, ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ളൊരു ബീരാൻകുട്ടി. അപ്പോൾ എത്ര ടീ ആയി? എണ്ണി നോക്കേണ്ടി വരും. ഇത് ഈ ടീ പറഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു മാമൻ എനിക്കൊരു പാട്ട് പഠിക്കുന്നു. സാരി എടുത്തുടടി കുട കയ്യിലടി കാറ് വരാൻ നേരമായടി. എടാ എത്ര ഡി ഉണ്ടാ എന്താ പറയാ പോലെ അവിടത്തേക്കാണ് ഈ പ്രാസങ്ങളൊക്കെ ഉണ്ട്. മാമനൊരു ഉത്തരവായിട്ടാണ് മാമനോട് തിരിച്ചു ചോദിക്കാം. മാമ ഇല്ല ഇല്ലല്ല. അപ്പം സത്യത്തിൽ MG രാധാകൃഷ്ണൻ പോലുള്ള ഒരു സംഗീത സംവിധായകൻ നോട്ടമിട്ട ഒരു ഗായകനാണ് അത് തങ്കച്ചേട്ടൻ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ഞാനൊരു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് രാവിലെ സാർ അവിടെ വരും. സാറ് രാവിലെ വരും. വന്നിട്ട് അപ്പം ഞാൻ ആണ് ഈ കിച്ചൺ തുറന്നിട്ട് കിച്ചണിൽ ആദ്യം കയറുന്ന ഞാൻ. ഇപ്പോൾ ചായ ഉണ്ടാക്കണം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ. അപ്പോൾ ഞാനവിടെ നിന്ന് പാട്ട് പാടും. സാറ് കേട്ടിട്ട് വന്നിട്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നത് എന്നെ പരിചയപ്പെടുന്നു. അതിനുശേഷം സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് താല്പര്യമുണ്ട്. എത്ര ശമ്പളം കിട്ടും? അപ്പോൾ അന്ന് എനിക്ക് 1000 രൂപയുള്ളൂ. 1000 രൂപ. എത്ര രൂപ വീട്ടിൽ കൊടുക്കും? 1000 വീട്ടിൽ കൊടുക്കും. ഓക്കെ, സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെ തല പറഞ്ഞു. സ്റ്റാച്യൂവിൽ ഒരു ജാസ് ഹോട്ടലുണ്ട്. അവിടെ എനിക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് ക്ലാസ്. അപ്പോൾ അതിൽ അവിടെ പിള്ളേരുണ്ട്. ആ പിള്ളേരെ കൂടെ വന്നിരുന്നു എന്ന് പറഞ്ഞ് അങ്ങ് പോയി. സമയവും പറഞ്ഞിട്ടാണ് പോയത്. ഒന്നും തരണ്ടെന്നും പറഞ്ഞു. കൂടെ വന്നിരുന്നു, ഒന്നും തരണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറങ്ങ് പോയി. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് സമയം കണ്ടെത്തി ഇറങ്ങണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് സമയം കണ്ടെത്തി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ സാറ് വരുമ്പോൾ ഞാനൊന്ന് എന്താ വരാത്ത പറഞ്ഞ് എനിക്ക് ഈ ലീവ് ഇത് കിട്ടിയില്ല, റെസ്റ്റില്ല. നമുക്ക് പിന്നെ സമയം കണ്ടെത്തി വരണം, രണ്ടിനും സമയം കണ്ടെത്തണം. 3ാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞ് ഇത് പിടിച്ചെട്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. പാവം. അങ്ങനെ പിന്നീട് വരുമ്പോൾ സാറിൻ്റെ മുമ്പ് ഞാൻ പ്രത്യക്ഷപ്പെടാറില്ല. പിന്നെ സാറും എൻ്റെ അടുത്ത് വരാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ അറിയാം. പക്ഷേ പിന്നെ പോയതിന് ശേഷം സാറ് ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കുന്നതൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വന്ന് ഇരുന്നോ. അപ്പോൾ ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആരൊക്കെ ആയിരിക്കും? വലിയ ആൾക്കാർ, വലിയ ആൾക്കാർ. മലയാളത്തിൽ ഒട്ടുമിക്ക ഗായകരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഗീത സംവിധാനമാണ്. വലിയ ആൾക്കാരുടെ മക്കളായിരിക്കും. അതിൽ അവിടെ ബാക്കിലിരുന്നോ ആ മൂലയിലിരുന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയൊന്നുമല്ല, ആ കൂട്ടത്തിൽ വന്നിരുന്നു. ഒന്നും തരണ്ട. അത് എനിക്ക് മറക്കാനേ പറ്റില്ല. പക്ഷേ പിന്നീട് സാർ അവിടുന്ന് പിന്നെ ഞാൻ ആ ഹോട്ടലിൽ നിന്ന് മാറി. പിന്നെ അറിയുന്നത് സാറ് മരിച്ചു എന്നൊക്കെ അറിയുന്നത്. പിന്നെ ഞാനത് പോയോ മരിച്ചപ്പം? ഇല്ലല്ല, പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ MG സാറുണ്ടായിരുന്നു. MG സാറിൻ്റെ വെച്ച് ഞാനിത് ഇതൊന്നും ചോദിക്കാം, സാറിന് അറിയില്ല, ഇതൊന്നും ചോദിക്കാതെ തന്നെ ഞാനങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഇത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ്. ഒരുപാട് പേരെ സാറ് പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ പിന്നെ സംഗീതം ക്ലാസ്സിലൊക്കെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവം. പക്ഷെ അന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ രണ്ടുപേരും പാട്ടൊക്കെ പാടും. എങ്ങനെ പാട്ട് രക്ഷപ്പെടാൻ വേണ്ടി, രണ്ടുപേരും പാട്ട് പാടാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പാടും. പക്ഷെ ഇന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ട് പാടാം. നമുക്കതിൻ്റെ ഒരു കാര്യഗൗരവമായിട്ട് പാടാൻ പറ്റുമായിരുന്നു.
സംഗതികളും ഇവരൊക്കെ പറയുന്ന പാട്ടിന്റെ സംഗതികളും സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് അതെ അതെ. പുള്ളി അവിടെ നിന്ന് ശ്രദ്ധിച്ചു, പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെൻ്റെ കരളുണന്നു കിളി, തെളിഞ്ഞു പുഴയും വയനും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ. ഇത് രാവിലെ അത് ഈ കിച്ചൺ എന്ന് പറഞ്ഞാലേ സറൗണ്ട് പോലെയാണ്, ഇങ്ങനെ നിന്ന് അടിക്കും കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരോട്ട പാട്ടുമൊക്കെ പാടി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ അവിടെ നിന്നൊരു പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ട് പേരെന്താ, എൻ്റെ പേര് നിനക്കെന്തോ ഒരു അസുഖം ഉണ്ടെന്ന് അപ്പോൾ ഞാൻ എന്താ അസുഖം, പാട്ടിൻ്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ വലിയ വലിയ മനുഷ്യനാണ്, വലിയ മനുഷ്യൻ. അത് എൻ്റെ അടുത്തൊക്കെ വന്നത് പറയുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, പോകാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് തന്നെ അറിയായിരുന്നു. ഇല്ലാതെ ഇപ്പൊ സമയം കൊടുത്ത് ഒന്ന് പോയിരുന്നെങ്കിൽ സത്യത്തിൽ വലിയൊരു കാരണം എന്തൊരു റേഞ്ചാണ് തങ്കച്ചേട്ടൻ്റെ വോയിസിന്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെ പാടിയൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമൊക്കെ ഉള്ളതാണ്. പണ്ടൊക്കെ ഒന്നും ഈ സംഗീതം പഠിക്കല്ല, പണ്ട് ജോലിക്ക് പോകുമ്പോൾ ഇക്കരെ പാടി അക്കരെ കേൾക്കണമെന്നേ ഉള്ളൂ. ഇക്കരെ നമ്മൾ വന്നെന്നറിയാൻ പറ്റും, തങ്കച്ചൻ വന്നതെന്നറിയാൻ പറ്റും. കാരണം ഈ തോട്ടത്തിൽ നിന്ന് പാടുമ്പോൾ അക്കരെ തോട്ടത്തിൽ കേൾക്കുന്നുണ്ട്. കാര്യമൊന്നുമില്ല, കാര്യം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനൊക്കെ ഇരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ ആധികാരികം മറ്റെന്തെങ്കിലും അറിയുന്ന ഒരു കുഞ്ഞു സിംഗറായി മാറിയന. അല്ല, പക്ഷേ പാട്ട് പഠിക്കാത്ത സിംഗേഴ്സ് ഉണ്ട്. SPB പാട്ട് പഠിച്ചിട്ടില്ലല്ലോ, SP ബാലസുബ്രഹ്മണ്യം. അതിന് വേറെ ദൈവാനുഗ്രഹം. അല്ല, ദൈവാനുഗ്രഹം ഓരോ സമയത്താണ് വന്ന് കയറുന്നത്, നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴാണ്. ഇനിയിപ്പോൾ അടുത്ത് ഒരു പ്ലേബാക്ക് സിംഗറിൻ്റെ റോളിലേക്ക് തങ്കച്ചേട്ടൻ മാറുകയാണെങ്കിൽ. അല്ല, അത് എൻ്റെ പാട്ടുകൾക്ക് ഈ പട്ടിക്കുട്ടി ആട്ടുകുട്ടിയും പൂച്ചക്കുട്ടിയും ഇപ്പം തന്നെ ഇങ്ങനെ ഒരു പാട്ട്, ഇനി 2 പാട്ട് വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഈ എനിക്ക് പിള്ളേരുടെ ടേസ്റ്റുകൾ. എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനകത്ത് നമ്മുടെ പരിമിതി, നമ്മൾ സിംഗറല്ല, നമ്മുടെ പരിമിതി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കാണുന്നു. പിന്നെ നമ്മൾ ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട് കാണണം കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ വന്ന് കാണുന്നത്, അല്ലാതെ ഒരു ഭയങ്കര സിംഗർ അതല്ല. പക്ഷേ ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ തന്നെ ദൈവം തന്ന നിധിയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ടില്ല? തന്ന നിധിയല്ലേ, അങ്ങനെ പാടിയിട്ടുണ്ട്. എൻ്റെ അമ്മ, അത് നമ്മൾ ആ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ആ സമയത്ത്. എന്നാലും അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ആ പാട്ടിൻ്റെ അത് റൂട്ട്, അങ്ങനെ അറിഞ്ഞൂടാ പാട്ടിൻ്റെ റൂട്ടൊന്നും അത് കറക്റ്റായിട്ടൊന്നും അല്ല പാടിയിരിക്കുന്നത്. അടിസ്ഥാനപരമായി സംഗീതത്തിന്റെ ഉദ്ദേശം മറ്റൊരാളിനെ ആനന്ദിപ്പിക്കുക അല്ലെങ്കിൽ ആസ്വദിപ്പിക്കുക എന്നുള്ളത്. അതെ അതെ അതെ, അത് കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് തോന്നുന്നു. അതിന്റെ കടമ നിറവേറ്റില്ല. അതെ അതെ, അത് അപ്പോഴേ ആ സ്കിറ്റിൻ്റെ ഒരു ഇതിന് വേണ്ടി അങ്ങ് ജസ്റ്റ് അങ്ങ് പാടിയതാണ്. അടിപൊളി ഒരു, അത് 2 വരി മൂടാൻ പറ്റുമോ? അത് 2 വരി, അത് പിന്നെ മൂടല്ല 2 വരി. ശരി, ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിൻ്റെ, മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിൻ്റെ ആ ചടങ്ങിൽ ചേട്ടൻ്റെ ഒരു പ്രസൻസ് അത് ഗംഭീരമായിരുന്നു. ചേട്ടൻ്റെ സിംപ്ലിസിറ്റി വളരെ കൃത്യമായിട്ട് മലയാളികൾക്ക് മനസ്സിലായതാണ്. ഇത്രയും നല്ലൊരു കലാകാരനായിട്ടും അതിൻ്റെ മൈക്കെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുകൊടുക്കാനും, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ വന്നപ്പം തന്നെ നമുക്കത് ഫീൽ ചെയ്തതാണ്. നമ്മൾ മുകളിലേക്ക് പോയതും വന്നതും നമ്മളെ വെൽക്കം ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ ഇപ്പോഴും ആ ഒരു ചേട്ടൻ്റെ ഒരു ജേണി തുടങ്ങിയതിന് ശേഷം ആ പഴയ സിംപ്ലിസിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്? പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തല്ലേ പറ്റുള്ളൂ. എല്ലാവർക്കും അത് സാധിക്കാറില്ല അങ്ങനെ. അല്ല, സാധിക്കണം. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏത് പിന്നെ റൂട്ടിലാണ് വന്നത്, ഏതവസ്ഥയിലാണ് വന്നതെന്നൊക്കെ നമുക്ക് മറന്നു പോകും. അപ്പോൾ മറക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. എന്താ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഇപ്പോഴത്തെ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ഇതെന്താണ്? ഇത് ഞാൻ ഹെയർ ഇങ്ങനെ വളർത്തി കാര്യമൊന്നുമില്ല, ചുമ്മാ നിങ്ങൾ വളർത്തിയ സമയത്ത് ഈ ആൽബത്തിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അവർ ചോദിച്ച് ഹെയർ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്താൽ അല്ലല്ലോ, ആവശ്യത്തിനല്ല എന്ന് പറഞ്ഞു. ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽബത്തിൽ യൂസ് ചെയ്യാം, 1 മാസം കൂടെ വെട്ടാതെ വളർത്തുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വളർത്താം എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കൂടെ ഇങ്ങനെ വെട്ടാതെ വളർത്തിയതിനെ
ഈ ആ ആൽബത്തിലെ ആപ്പിയറൻസ് മുത്തും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പടത്തിൻ്റെ വർക്ക് വന്നു. ഒരു 2 ദിവസം ഒരു പടം ഈരാറ്റുപേട്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് പടത്തിൻ്റെ വർക്കിന് പോകാൻ വേണ്ടി അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഫോട്ടോഷൂട്ടിനുള്ള ആൾ വന്നില്ല, ഡേറ്റായി പോയി. അപ്പോൾ ഞാനെന്തറിയാം, ഈ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഈ ഹെയറും കൊണ്ട് നേരെ ഷൂട്ടിന് പോയി. അവിടെ ചെന്ന് 2 ദിവസത്തെ ഷൂട്ടും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനി അതിൻ്റെ ബാലൻസ് എടുത്തിട്ടേ ഈ ഹെയർ വെട്ടാൻ പറ്റുള്ളൂ. പിഷാരി ചേട്ടൻ നേരെ കയറി അമേരിക്കയിലും പോയി. പുള്ളി വന്നാലേ ഇനി ബാക്കി ഷൂട്ട് നടക്കുള്ളൂ. ഏതാ പടം? ഏതാ? തനിനിറ അനുപേനൻ സാറിൻ്റെ പടം. ഒരു 2 ദിവസത്തെ ലീഡ് പിഷാരി ചേട്ടനാണോ? അല്ലല്ല, അനുപേനൻ സാറാണ്. അനുപേനൻ സാർ. ഞാൻ അനുപേനൻ സാറിൻ്റെ പടം. അതെ 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 അതെ. വിഷുവിൻ്റെ കൂടെ ഞാനൊരു സീനിലുണ്ട്. അപ്പോൾ ഈ പുള്ളി വന്നാലേ ബാക്കി എനിക്ക് പിന്നെ ചെയ്തിട്ട് അത് തലമുടി വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പടമല്ലേ, അവർ കണ്ടിന്യൂറ്റി നോക്കണ്ടേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ ഉടനെ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെ വളർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഓരോരുത്തരത്ത് പറയും പടത്തിൻ്റെ ബാക്കി വർക്കിന് വേണ്ടിയാണ്. മുഴുനീളം റോളാണ്? ഇല്ല 2 ദിവസത്തെ റോള്. അപ്പോൾ ഒരു ദിവസമാണ് കഴിഞ്ഞ, ഒരു ദിവസത്തിൻ്റെ ഇത്. അതെ. ഇനി 2 ദിവസത്തെ വർക്കായിരുന്നു. ഓക്കെ, കഴിഞ്ഞില്ല. ഇനിയിപ്പം വർക്ക് ഇനിയുണ്ട്. ഇനി ഇതിൻ്റെ ബാലൻസ് ഉണ്ട്. അതിനുശേഷം ഈ ഹെയർ വെട്ടാൻ പറ്റും. ഇത് അതുവരെ ഇത്. പക്ഷെ നല്ല രസമുണ്ട്, ഫിറ്റ് ആവുന്നുണ്ട്. അല്ല, ഓരോരുത്തർ പറയുന്നുണ്ട് ഇത് വെട്ടരുത് ചേട്ടാ, കൊള്ളാം, അതെ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നത്. കണ്ണടയും കൂടെ വെച്ചപ്പോൾ ഒരു ബുദ്ധിജീവി കണ്ണടയും വെച്ച് ബുൾഗാനും കൂടെ ആയപ്പോൾ എങ്ങോട്ടുള്ള പോക്കാണെന്ന് അതല്ലേ? സീരിയസ് ആയിട്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പം കുറച്ച് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ചെറിയ അകലം പാലിക്കേണ്ടായത് അതെന്തായിരുന്നു? എന്തെങ്കിലും പുതിയ നമ്മൾ ഈ പുലി പതുങ്ങുന്നത്? നമ്മൾ നിലവിലൊരു ഷോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഷോ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അതുപോലെ ഒരു ഷോയൊക്കെ തരപ്പെട്ട് വരണം. മറ്റുള്ള ഇതിലൊക്കെ എല്ലാത്തിലും ഷോകൾ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അടുത്തൊരു അത്യാവശ്യം നല്ലൊരു ഷോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉണ്ട്, ആൾക്കാരുടെ മുമ്പിൽ പ്രസൻസാണ്, നമ്മൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. എന്തെങ്കിലും കാര്യം ഇതുപോലെ ആൽബം എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് വരും. ഇതുപോലെ ഒരു ആൽബം ഉണ്ട്, ഒരു സിനിമയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരും. എന്നാലും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഷോ ഇവിടെ, ഷോ ഇല്ല, ഷോയ്ക്ക് എന്ത് പോകാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഷോ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും വരുന്നുണ്ട്. അത് ഒരുപാട് പേര് അതിന് അന്നുണ്ടായിരുന്ന അതേ ഫാൻസ് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന അതേ ഇഷ്ടപ്പെടുന്നവർ ഇന്നും ഉണ്ട്. ഇന്നും ഇപ്പോൾ നമ്മൾ ആൽബം ഇറങ്ങിയ സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് വന്ന് ചോദിക്കുന്നതിൽ ഈ ഷോയെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. അതെ, സ്റ്റാർ മാജിക് ആണ് തങ്കു എന്നൊരു ഇതിനെ നമ്മൾ മലയാളികൾക്ക് അത്രമേൽ അടുത്ത് നിൽക്കുന്ന, അത്രമേൽ റീച്ചബിളായി. ചെറിയ കുട്ടികൾ മുതൽ, അല്ല കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. അപ്പം അങ്ങനൊരു ഷോ അപ്പം നിർത്തി കുറച്ചധികം നാളായി. ഇപ്പോഴും സ്റ്റാർ മാജിക് പോലുള്ള ഷോ വരുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ടോ ഇപ്പോഴും? ഉണ്ട്. പിന്നെ ആ ഷോ അത്ര ജനകീയമല്ലായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഷോ അല്ലായിരുന്നു. എന്താ പറയുക, എല്ലാവർക്കും ഫാൻസും ഗ്രൂപ്പും അതൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ഷോ അല്ലായിരുന്നു. അപ്പോൾ അത് നിർത്തുന്ന സമയത്ത് ഒക്കെ ചോദ്യങ്ങൾ വരും. പക്ഷെ അതിൻ്റെ മറുപടിയൊന്നും പറയാൻ നമുക്കറിയില്ല. അതിൻ്റെ ഡയറക്ടറാണ് പറയേണ്ടത്. അത് അതിൻ്റെ മറുപടി പറയാൻ നമുക്ക് അറിയില്ല. അത് ആ ഷോ ഇഷ്ടപ്പെടുന്ന, ആ ഷോയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെ എൻ്റെ ഒരു ഇതായിട്ട് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എൻ്റെയും ബാക്കിയുള്ളവർ അതുപോലെ അതിലൂടെ ഒട്ടനവധി കലാകാരൻ പിന്നെ വളരെ സജീവമായിട്ട് ഇപ്പം നമുക്കിപ്പം അസീസ്കയായാലും ഒക്കെ എത്രയോ പേര് നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക്. തങ്കച്ചേട്ടനാണ് ഏറ്റവും ഏറ്റവും ഫസ്റ്റ്. കാരണം തങ്കച്ചേട്ടൻ ഇല്ലാതെ സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായത് ഒരു ചോദ്യം പോലെയാണ്. അപ്പോൾ അത് പിന്നെ ചിലർ പറഞ്ഞു, ഞങ്ങൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ്, ഒരമ്മ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയാണ്, എൻ്റെ അടുത്ത് മരിച്ചു പോയി പാവം. ഇതിൻ്റെ വേദന സംഹാരി, അതിൻ്റെ മരുന്ന് കഴിഞ്ഞാൽ അടുത്ത
ഒരു വേദന സംഹാരി എന്ന് പറയുന്നത് അതിൻ്റെ തമാശയാണ്. ഇതിൽ മാത്രമല്ല 1-2 ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് പിന്നെ അത് എന്താ ഒരു അവാർഡിനും അതെ 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 എത്രയോ അവാർഡിന് മേളാണെന്നറിയാം. എത്രയോ അവാർഡിന് മേളാണെന്നറിയാം. ഒരാളിൻ്റെ തമാശകളോ ഇതൊക്കെ എന്ന് പറയുന്നത്. എന്നാൽ അത് തമാശ പിന്നെ അതിന് ഒരു വേദന സംഹാരിയാണെന്ന് പറയുന്നത്, അതിന് ഞാൻ ദൈവത്തോടും അപ്പനും അമ്മയോടും നന്ദി പറഞ്ഞു. അതിൻ്റെ ആ അവാർഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത. അപ്പോൾ അത് അങ്ങനെയൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ആ ഷോയും ഇല്ല. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തമാശകളും എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും ഓരോരുത്തരെ അടുത്ത് ചെയ്യണം, തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഇതൊക്കെ ഇപ്പോഴുണ്ട്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ അത് എന്താ പറയുക, അതൊരു അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു. ഭയങ്കര അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൺസെപ്റ്റുമായിട്ട് വരാൻ വലിയ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു സാറ്റലൈറ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൺസെപ്റ്റുമായിട്ട്, ഇത്തരത്തിലൊരു പ്രോഗ്രാം കൺസെപ്റ്റുമായിട്ട്? കാരണം ചേട്ടൻ തന്നെ പറഞ്ഞു, ചിരി ഒരു വലിയ ആയുധമാണ്. ചിരിപ്പിക്കാൻ എല്ലാവർക്കും കഴിയാറില്ല. അത്തരത്തിലുള്ള ഇപ്പം ചേട്ടൻ്റെ തന്നെ ഇപ്പോൾ ഫിഗർ ഷോ അത്ര മാത്രം ഹിറ്റാണ്. മലയാളികൾക്ക് പരിചിതമായ ഒരു ഫിഗർ ഷോ ഉണ്ട്. അതൊരു ലൈവ് ഫിഗർ ഷോ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റാം മനോഹർ വെട്ടംപള്ളി ഒരു മനുഷ്യനും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. അത്തരത്തിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇത് എങ്ങനെയാണ്, ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? അല്ല, അത് ഞാൻ സ്റ്റേജിൽ മുമ്പ് ചെയ്യുന്ന ഇതായിരുന്നു. അത് ലൈവായിട്ട് ചെയ്യുന്ന സംഭവമായിരുന്നു. പിന്നെ ആ ഒരു പേരൊക്കെ വന്നത് അവിടെ നിന്നാണ് ആ പേര് വരുന്നത്. അല്ലെങ്കിൽ അതല്ലാതെ സ്റ്റേജ് ഷോയിൽ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ ഫിഗറൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു സാധനമായിരുന്നു. അത് പിന്നെ അതിനകത്ത് വന്ന് വേറൊരു പേരിലേക്കാക്കി പിന്നെ ആ പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയത്.